യെസ്, വീണ്ടും വോട്ട് വാർത്തകളിലേക്ക്. കൊയിലാണ്ടി ഊരള്ളൂർ സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലെ 184 നമ്പർ ബൂത്തിൽ സംഘർഷം നടന്നിരിക്കുന്നു. LDF UDF പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ആ ദൃശ്യങ്ങൾ കാണാം. യെസ്, രമ്യയിലേക്ക് പോകുന്നു. രമ്യ, കേരളം വിട്ടാൽ ഭായ് ആയിട്ടുള്ളവരാണിപ്പോൾ കൊയിലാണ്ടി ഊരള്ളൂർ സ്കൂളിൽ ഏറ്റുമുട്ടുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിൻ്റെ പേരിലാണ് ഈ തർക്കം? അനിൽ നമ്പ്യാർ, ഈ കോഴിക്കോട് പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ UDF LDF സംഘർഷങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ട് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട്. അതിലൊന്ന് തന്നെയാണ് ഈ കൊയിലാണ്ടി സ്കൂളിലെ ഈ ഇത്തരത്തിലൊരു വിഷയം. അതുപോലെ തന്നെയാണ് ഫറൂഖ് ചന്തയിലെ പോളിംഗ് സ്റ്റേഷനിലും ഇത്തരത്തിൽ LDF UDF സംഘർഷം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ വോട്ടെണ്ണലുമായി അല്ലെങ്കിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംഘർഷം ഇന്ന് ഉണ്ടായത്. അതായത് ബൂത്തിൽ വോട്ടില്ലാത്ത LDF പ്രവർത്തകൻ ബൂത്തിലേക്ക് കയറാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചായിരുന്നു UDFൻ്റെ ആരോപണം. ഇതിനെ തുടർന്നാണ് LDFും UDF പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. അതായത് ബൂത്തിൽ വോട്ടില്ലാത്ത നിരവധി UDF പ്രവർത്തകർ ബൂത്തിൻ്റെ സ്ഥലത്തുണ്ടെന്നും LDFും ആരോപിക്കുന്നുണ്ട്. അതായത് ഇരു കൂട്ടരും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇത്തരത്തിൽ ഇന്ന് ഫറൂഖിലും അതുപോലെ തന്നെ കൊയിലാണ്ടിയിലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾക്കെല്ലാം വഴിവെക്കുന്നത്. കാരണം ഈ കൃത്യമായി തന്നെ പറയുകയാണെങ്കിൽ പരാജയ ഭീതിയിലാണ് LDFും UDFും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈയിടങ്ങളിലെല്ലാം BJP കാഴ്ചവെക്കുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. അതായത് കേരളത്തിന് വെളിയിൽ കടന്നാൽ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് ഇത്തരത്തിൽ കോൺഗ്രസും CPMും എല്ലാം. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി തന്നെ ഇവർ ഇത്തരം വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നുണ്ട്. ഇത് കേരളത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതായത് കോഴിക്കോട് 2 മണ്ഡലങ്ങൾ അല്ലേ, വലിയ പോരാട്ടമാണ് നടക്കുന്നത്. റനീഷും അതുപോലെ നവ്യയും മത്സരിക്കുന്ന ആ മണ്ഡലങ്ങൾ. എനിക്ക് തോന്നുന്നത് അവിടെ ഈ 2 മുന്നണികളും വലിയ അങ്കലാപ്പിലാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം നോക്കൂ, ആള് മാറി വോട്ട് ചെയ്തിരിക്കുന്നു. ഇനി മറ്റ് പോളിംഗ് സ്റ്റേഷനുകളിൽ അതുപോലെ ഈ ബൂത്തുകളിലൊക്കെ എന്തൊക്കെ തരികിടകൾ നടന്നു എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ് റനീഷ്. നേരത്തെ റനീഷ് ജനം TV യോട് സംസാരിച്ചപ്പോഴും ആ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരുപക്ഷെ ഈ NDA സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അട്ടിമറി അത് ഇരു മുന്നണികളും ലക്ഷ്യമിടുന്നുണ്ടാവില്ലേ? തീർച്ചയായും അനിൽ, ഈ ഇരു മുന്നണികളും അതായത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലാണ് 2 മുന്നണികളും എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വലിയ തോതിലുള്ള മുന്നേറ്റം കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ BJPയെ കാഴ്ചവെക്കാൻ ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പുകളെല്ലാം എടുത്തു നോക്കുമ്പോൾ വോട്ട് നില ഉയർത്താനാണ് BJP ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്തവണ തീർച്ചയായും പല വിഷയങ്ങൾ ഇരു മുന്നണികൾക്കും വലിയ തോതിലുള്ള വിലങ്ങുതടിയായി മാറുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അറിയാം, ശബരിമല വിഷയം പോലുള്ള അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഇരു മുന്നണികൾക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പാവട്ടെ വലിയ രീതിയിലുള്ള വോട്ട് ഷെയറുകൾ അല്ലെങ്കിൽ വലിയ രീതിയിലൊരു തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ട വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ UDFന് തിരിച്ചടിയാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇരു മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒരു തിരിച്ചടിയാകുമെന്ന ഭയം തീർച്ചയായും ഉണ്ട്. ഇത് തന്നെയാണ് ഇവർ ഭയക്കുന്നതും. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പയ്യാനക്കൽ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പയ്യാനക്കൽ ബൂത്തിൽ ഒരു കള്ള വോട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് കോഴിക്കോട് നോർത്ത്, അതുപോലെ തന്നെ സൗത്ത്, എലത്തൂർ മണ്ഡലം, കുന്നമംഗലം, ബേപ്പൂർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ BJP വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. വലിയ വാശിയേറിയ
പോരാട്ടം തന്നെയാണ് ഇവിടങ്ങളിലെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇരു മുന്നണികളും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലേക്കുള്ളൊരു ആരോപണങ്ങളിലേക്ക് BJP പ്രതിരോധത്തിലാക്കുന്ന നിലകളിലേക്കും അതുപോലെ ഈ ഒരു സംഘർഷത്തിലേക്കും ഇരു മുന്നണികളും തമ്മിലുള്ള സംഘർഷത്തിലേക്കും എല്ലാം പോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. യെസ് രമ്യ, കോഴിക്കോട് നോർത്ത് പയ്യാനക്കൽ സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ ആളുടെ വോട്ട് മറ്റൊരാൾ ചെയ്തു. BJP പ്രവർത്തകൻ P. രമേശൻ എന്നയാളുടെ വോട്ടാണ് മാറി ചെയ്തത്. വോട്ട് നിഷേധിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി ഊരള്ളൂർ സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലെ 184 നമ്പർ ബൂത്തിൽ സംഘർഷം നടന്നു. LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ആ ദൃശ്യങ്ങളും പ്രേക്ഷകരെ ഞങ്ങൾ എത്തിച്ചു. സ്ഥാനാർത്ഥി റെനീഷ് പ്രതികരിച്ചത് പോലീസ് ഇതുവരെയായും കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അട്ടിമറിക്ക് വലിയ സാധ്യത നടക്കുന്നു. പോലീസിൻ്റെ നിഷ്ക്രിയത്വം ആണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 1:30 കഴിഞ്ഞിരിക്കുന്നു. 50%, ഏകദേശം 50% പോളിംഗ് ആണ് ഇപ്പോൾ കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ മികച്ച പോളിംഗ് ആയിരുന്നു. എല്ലാ പോളിംഗ് ബൂത്തുകളുടെയും മുന്നിൽ നീണ്ട ക്യൂ. 12 മണിയായപ്പോൾ അത് 41%, ഇപ്പോൾ 1:30 ആയപ്പോൾ അത് 50% ആയിരിക്കുന്നു. കൊച്ചിയിലേക്ക് പോവുകയാണ്. ജിജീഷ്, കൊച്ചിയിലെ അവസ്ഥ എന്താണ്? കൊച്ചിയിലെ എറണാകുളം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ എത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്? എങ്ങനെയാണ് വോട്ടർമാർ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നത്? ജനാധിപത്യത്തിൻ്റെ ഈ മഹോത്സവം എങ്ങനെയാണ് അവർ ആഘോഷിക്കുന്നത്? നമ്പർ എറണാകുളം ജില്ലയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും വലിയ, അതായത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഇല്ലാത്ത തരത്തിലുള്ള വലിയ പോളിംഗ് തന്നെയാണ് നടക്കുന്നത്. അത് എന്തിൻ്റെ ഒരു പ്രതീതിയാണ്, അല്ലെങ്കിൽ ഏത് നിലയിലേക്കാണ് അത് ഫലത്തെ ചെന്നെത്തിക്കുക എന്നത് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്നത്. കാരണം ഏറ്റവും ശക്തമായ മത്സരം നടന്നിട്ടുള്ള നിരവധി മണ്ഡലങ്ങളിലുള്ള ഒരു ജില്ലയാണ് എറണാകുളം. കുന്നത്തുനാട് നിയോജകമണ്ഡലം, അവിടെ ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെയാണ് NDAയും ഒപ്പം തന്നെ UDF LDF മുന്നണികൾ തമ്മിൽ നടന്നിട്ടുള്ളത്. ഒപ്പം തൃപ്പൂണിത്തുറ, ഈ സ്ഥലങ്ങളിൽ എങ്ങനെയാണോ മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് നീങ്ങിയത്, ആ മണ്ഡലങ്ങളിൽ തന്നെയാണ് വലിയ തോതിൽ തന്നെ പോളിംഗ് വർദ്ധിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 50% കടന്ന് 54% എറണാകുളം ജില്ലയിലെ പോളിംഗ് കടക്കുമ്പോൾ ഏതാണ്ട് 60% തൃപ്പൂണിത്തുറയിലെ പോളിംഗ് ശതമാനം നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കുന്നത്തുനാട്ടിലും അത്തരത്തിൽ വലിയ തോതിലുള്ള പോളിംഗ് ആണ്. 57.98% പോളിംഗ് രേഖപ്പെടുത്തിയത്. അത് 1:15 വരെ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളാണ് എങ്കിൽ ഇപ്പോൾ ഒരു കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ 60% തൃപ്പൂണിത്തുറയിലെ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. കുന്നത്തുനാട്ടിൽ ഒപ്പത്തിന്, അതായത് തൃപ്പൂണിത്തുറയിലെ പോലെ തന്നെ കനത്ത മത്സരം നടന്നിട്ടുള്ള NDA അതിശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ടുള്ള പ്രചാരണ രംഗത്ത് എല്ലാം തന്നെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള മറ്റൊരു സ്ഥലമാണ്. അവിടെയാണ് അറിയേണ്ടത് ഈ 2020 സാന്നിധ്യം അല്ലേ? NDAയിലെ ഘടകകക്ഷിയായിട്ട് 2020 മത്സരിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. അപ്പോൾ 2020 സാന്നിധ്യമുള്ള മണ്ഡലങ്ങളിലൊക്കെ കനത്ത പോളിംഗ് നടന്നു എന്നാണോ? തീർച്ചയായും അന്നമ്പേർ, അതായത് 2020 ശക്തി കേന്ദ്രങ്ങളിൽ NDA മുന്നണിയുടെ ഭാഗമായി 2020 മത്സരരംഗത്തെത്തിയ ഇത്തവണ ഏറ്റവും ശക്തമായി, കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം വലിയൊരു പൊതുസമ്മേളനം 2020 കോലഞ്ചേരിയിൽ സംഘടിപ്പിച്ചിരുന്നു. ആ ഒരു സ്ഥലത്തേക്ക് ഒഴുകിയെത്തിയ ആളുകളെ തന്നെ നമ്മൾ കണ്ടതാണ്. അവരുടെ പലരുടെയും ഭൂരിഭാഗം ആളുകളുടെയും പ്രതികരണങ്ങൾ നമ്മൾ തേടിയിരുന്നു. അന്ന് ഏതാണ്ട് 15ഓളം ആളുകൾ നമ്മളോട് പ്രതികരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഈ വന്നിരിക്കുന്ന ആളുകൾ മാത്രമല്ല, തങ്ങൾ വീടുകൾ കയറി നടത്തിയ പ്രചാരണത്തിൽ എത്രയോ ആളുകൾ ഇപ്പോഴും ഈ 2020 പിന്നിൽ അണിനിരക്കാൻ തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാബു M. ജേക്കബ് ആ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്, ജനക്ഷേമ പദ്ധതികളുണ്ട്. ജനക്ഷേമ പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുള്ള സ്റ്റാളുകൾ അടക്കമുള്ള അത്തരം കാര്യങ്ങളുണ്ട്. അവിടെയെല്ലാം അതെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് തങ്ങൾ. പലപ്പോഴും 10,000 രൂപ 20,000 രൂപയുടെ എല്ലാം തന്നെ ഉള്ള വസ്തുക്കൾ പലപ്പോഴും 2,500-3,000 രൂപയ്ക്ക്
രൂപയ്ക്ക് വരെ വാങ്ങാൻ കഴിയുന്ന നിലയിലേക്ക് വീടിൻ്റെ അതായത് ബഡ്ജറ്റിനെ താളം തെറ്റിക്കാതെ കൊണ്ടുപോകുന്ന തരത്തിൽ അദ്ദേഹം ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നു എന്ന് അവരെല്ലാം പറഞ്ഞിരുന്നു. അതെല്ലാം വോട്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പോളിംഗ് ശതമാനത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് കുന്നത്തുനാട്ടിലാണെങ്കിലും തൃപ്പൂണിത്തുറയിലാണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ വലിയ വർധനവ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുതന്നെയാണ്. ഇനിയും ഈ നിലയിലാണ് പോളിംഗ് ശതമാനം. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് മാത്രം പോളിംഗ് ശതമാനത്തിൽ നേരിയ ഒരു കുറവ് നമുക്ക് കാണുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ജിജീഷ്, അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ എറണാകുളം ജില്ലയിൽ നിന്നും? അന്നമ്പേർ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആലുവയിൽ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വലിയ ഫ്ലെക്സ് ഈ ഒരു പോളിംഗ് ബൂത്തിനടുത്ത് അവിടെയുള്ള പോളിംഗ് ബൂത്തിനടുത്ത് സ്ഥാപിച്ചതിനെ ചൊല്ലി UDF LDF പ്രവർത്തകർ തമ്മിൽ ഒരു സംഘർഷവും വാക്കുതർക്കവും എല്ലാം തന്നെ ഉണ്ടായി. പിന്നീട് ഉടൻ തന്നെ അത് പരിഹരിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തിയ വലിയ ഫ്ലെക്സ്, കാരണം വലിയ ഫ്ലെക്സ് ബോർഡുകൾ, പ്രചരണ ബോർഡുകളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തുകളുടെ അടുത്ത് സ്ഥാപിക്കരുത് എന്നാണെങ്കിൽ അവിടെ കുറുമശ്ശേരിയിൽ അത്തരത്തിൽ ഫ്ലെക്സുകൾ സ്ഥാപിച്ചതായി UDF ചൂണ്ടിക്കാണിച്ചു. അത് മാറ്റാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞായിരുന്നു ഒരു പ്രശ്നമുണ്ടായത്. മറ്റൊന്ന് NDA സ്ഥാനാർത്ഥിയെ, ആലുവയിലെ NDA സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ പോളിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു പ്രശ്നമുണ്ടായത്. സാധാരണ നിലയ്ക്ക് സ്ഥാനാർത്ഥികൾക്ക് എല്ലാ ബൂത്തുകളിലും കയറാനുള്ള അനുമതിയുണ്ട്. അതിന് പ്രത്യേകമായി തന്നെയുള്ള പാസുകളുണ്ട്. അത് വെച്ചുകൊണ്ട് എല്ലാ ബൂത്തുകളിലും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കയറി ഇറങ്ങി അവിടെയുള്ള പോളിംഗ് ശതമാന കണക്കുകൾ, എങ്ങനെയാണ് കാര്യങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾക്ക് സാധ്യതയുണ്ടോ എന്നെല്ലാം പരിശോധിക്കുന്നതിന് ഉള്ള ഒരു അനുമതി സ്ഥാനാർത്ഥികൾക്ക് നൽകാറുണ്ട്. എന്നാൽ ഇവിടെ പോളിംഗ് ഓഫീസർ തന്നെ ബലമായി തടഞ്ഞു എന്നാണ് MA ബ്രഹ്മരാജ് സൂചിപ്പിച്ചത്. അകത്തേക്ക് കടത്തിവിടാൻ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് വലിയ തോതിലുള്ള ഒരു വാക്ക് തർക്കം ഏറെ നേരത്തോളം ഉണ്ടായി. പ്രിസൈഡിംഗ് ഓഫീസർ ഒരു തരത്തിലും അനുവദിച്ചില്ല. എന്നാൽ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾ അറിയാതെയാണ് ഈ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ പെരുമാറിയത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പിന്നീട് ആ ബൂത്തിനകത്തേക്ക് കയറി അവിടെയുള്ള കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച ശേഷം മാത്രമാണ് MA ബ്രഹ്മരാജ് പുറത്തേക്ക് ഇറങ്ങിയത്. ചില സ്ഥലങ്ങളിൽ മെഷീനുകൾ, വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയതായി ഉള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. പല കേന്ദ്രങ്ങളിൽ, എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലായി അത് സാധാരണ നിലയിൽ ഉണ്ടാകുന്നതാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു വിശദീകരണം. പലതും 20 ശക്തമായ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിലേക്ക് പോകുന്നു ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രനെതിരെ ഒരു വ്യാജ ആരോപണം ഉയർന്നിരുന്നു. അത് അവസാന നിമിഷം ഈ NDAക്കുള്ള സാധ്യതകൾ തല്ലിക്കെടുത്താമെന്ന് നോക്കിയതാണ്. മാധ്യമങ്ങളും അത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്തവർക്കൊപ്പം നിന്നതും കണ്ടതാണ്. പൊതുവെ എങ്ങനെയുണ്ട് പാലക്കാട് മണ്ഡലത്തിലെ പോളിംഗ്? എങ്ങനെയുണ്ട് മറ്റ് ശക്തമായ മത്സരം നടക്കുന്ന ഒറ്റപ്പാലം, ഷൊർണൂർ, അവിടെയൊക്കെ പോളിംഗ് ശതമാനം എത്രയായി? അരുൺ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ പോളിംഗ് ശതമാനം 50% പിന്നിട്ടിരിക്കുകയാണ്. ഏതായാലും ജില്ലയിൽ നഗരമേഖലകളിലാണെങ്കിലും ഗ്രാമീണ മേഖലകളിലാണെങ്കിലും ഒക്കെ ശക്തമായ പോളിംഗ് തന്നെയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഉച്ചയായതോടുകൂടെ തന്നെ പോളിംഗ് ഒന്ന് കുറഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. പൊതുവെ പാലക്കാടാണ് നല്ല കനത്ത ചൂടുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ഉച്ചവെയിലിൽ പോളിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി, വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുവെ രാവിലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരക്ക് കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് പാലക്കാട് നടക്കുന്നത്. അതിൽ തന്നെ പാലക്കാട് ജില്ലയിൽ ഇത്തവണ NDA വിജയപ്രതീക്ഷ വയ്ക്കുന്ന ഒട്ടനവധി മണ്ഡലങ്ങളുണ്ട്. അത് പാലക്കാടാണെങ്കിലും മലമ്പുഴയാണെങ്കിലും അതുപോലെ തന്നെ ഒറ്റപ്പാലമാണെങ്കിലും ഷൊർണൂരാണെങ്കിലും നെന്മാറയാണെങ്കിലും ഒക്കെയായി ഒരുപാട് ഇടങ്ങളിൽ NDA വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളുണ്ട്. മാത്രമല്ല പല മണ്ഡലങ്ങളിലെയും ആര് വിജയിക്കണം, തോൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന തരത്തിലേക്ക് NDAയുടെ ഒരു പെർഫോമൻസ് പാലക്കാട് ജില്ലയിൽ വലിയ രീതിയിൽ ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴേതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളിംഗ് ആർക്ക് അനുകൂലമായിട്ട് മാറും, പോളിംഗ് എത്രത്തോളം ശതമാനം ഉണ്ടാകും? കഴിഞ്ഞ തവണയൊക്കെ 78% ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 78ലേക്ക് എത്തുമോ ഇല്ല പോളിംഗ് കുറവായിരിക്കുമോ അനുഭവപ്പെടുക എന്നുള്ളതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ പലയിടത്തും ആളുകളുടെ പേരുകൾ വെട്ടിപ്പോയിട്ടുണ്ട്. ഈ SIR മറ്റ് നടപടികളൊക്കെ വന്ന സമയത്ത് പലയിടങ്ങളിലും ആളുകൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പല ആളുകളും വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങുന്ന സ്ഥിതിയും പലയിടത്തും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ചിലയിടങ്ങളിൽ ഈ ആളുകൾ കള്ള വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മലമ്പുഴയിലെ പുതുപ്പെരിയാരം ഭാഗത്ത് കള്ള വോട്ടിന് ശ്രമമുണ്ടായി. അവിടെ അത് വലിയ ബഹളങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. BJP പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്ന് അവിടെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പോളിംഗ് ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ചൂടായതുകൊണ്ട് തന്നെ ആളുകൾ ഈ ഉച്ച സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. നേരത്തെ രാവിലെയൊക്കെ വലിയ രീതിയിലുള്ള തിരക്ക് ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതേ ഭാഗത്ത് പോളിംഗ് ബൂത്തിലൊക്കെ വലിയ തിരക്ക് രാവിലെ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഉച്ചയായതോടുകൂടെ തിരക്ക് പൊതുവെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ കൂടുതൽ തിരക്ക് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയാണ് നല്ല ചൂടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉച്ചവെയിലിൽ വോട്ട് ചെയ്യാൻ പൊതുവെ ആളുകൾ വരാൻ മടിക്കുന്ന സാഹചര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വൈകിട്ടോടുകൂടെ ആയിരിക്കും ഇനി തിരക്ക് കൂടുതൽ കൂടാനുള്ള സാധ്യത കാണുന്നത്.